ചെയ്ത സമയത്ത് നമ്മുടെ കോഴ്സിൽ, അതായത് EFT കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോഴ്സിൽ പങ്കെടുത്ത സമയത്ത് ഇന്നലെ ടാപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് വന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഹൗ ആർ യു നൗ? ആർ യു ഓക്കെ? ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്? ക്യാൻ യു ഗിവ് ആൻ അപ്ഡേറ്റ്? ഓക്കെ, കുറെ ആളുകൾ പഴയ മീറ്റിംഗിൽ തന്നെയുണ്ട്. ഇപ്പോഴും ഈ മീറ്റിംഗിൽ തന്നെയാണല്ലോ മനോജ് കുമാർ സർ? നമ്മൾ പുതിയ മീറ്റിംഗിൽ തന്നെയാണ് കേട്ടോ. ഇനി ആരാണ് പഴയ മീറ്റിംഗ്, വേറെ മീറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആയിട്ടൊന്നും സെയിം മീറ്റിംഗിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. താങ്ക് യു സോ മച്ച്. ഐ എം ഓക്കെ. ഓക്കെ, യു ആർ ഓക്കെ റൈറ്റ്? ഓക്കെ, യു ആർ സേഫ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. ഓൾറൈറ്റ്. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ക്യാൻ യു അൺമ്യൂട്ട് ആൻഡ് ഷെയർ ദ എക്സ്പീരിയൻസ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? If you are comfortable, or we can talk later. Okay, what do you prefer? Are you okay to talk now? All right. Okay. Okay, then thank you so much once again everyone for joining in the session. Like join ചെയ്യാൻ. Okay. Oh, okay. Okay. I will unmute. Okay. Unmute ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സംഗതി പറയുന്നുണ്ട് അല്ലേ? Okay. So I will unmute. Okay, unmute ചെയ്യാനുള്ള പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഹലോ, Mr. Shafi. Good morning. ഗുഡ് മോർണിംഗ്. Okay. Actually, ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നലെയാണ് എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. താങ്ക് യു സോ മച്ച്. കാര്യം ഇന്നലെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് 2 ഡേയ്സിൽ എനിക്ക് അങ്ങനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക്, പക്ഷെ ഇന്നലെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ടാപ്പിൽ തന്നെ എനിക്ക് വല്ലാതെ തലവേദനയും, ഞാൻ ആക്ച്വലി നന്നായിട്ട് മുഴുകിയായിരുന്നു അതിനകത്ത്. എന്നിട്ട് എനിക്ക് വോമിറ്റിങ് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇത് സെക്കൻഡ് ടൈം ആയപ്പോഴത്തേക്ക് അത് കൂടുതൽ ഇതായി. എനിക്ക് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഏകദേശം 8 മണി ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ലെഫ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ലൈക്ക് ഈ ഒരു നമ്മുടെ ടാപ്പിംഗ്, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കോണ്ടെക്സ്റ്റ് പറയാം എന്താണ് ഈ സംസാരിക്കുന്നത്. ഹായ് എവ്രിവൺ, എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ EFT ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു പാർട്ടിസിപ്പന്റ് ആണ് സ്മിത മാഡം. അപ്പോ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഇന്നലെ 4ാമത്തെ ദിവസം നമ്മളെ സെഷൻ നടക്കുവരും. അപ്പൊ 4ാമത്തെ സെഷൻ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ടാപ്പിംഗ് എന്ന് പറയുന്ന അതിൽ EFTയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ ഉണ്ട്. അപ്പൊ ആ ടൂള് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിവസത്ത് ആൾക്കാരുടെ ട്രോമ ഹീലിംഗും സംഗതികളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അവർക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റി. ചെയ്ത സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? അവർക്ക് തലവേദനയും അതേപോലെ തന്നെ വൊമിറ്റിംഗും ഒക്കെ വന്നു. അതൊരു അസുഖമായിട്ടല്ല, ഹീലിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നൗ ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട് ഇപ്പൊ ഫീലിംഗ് എങ്ങനെയുണ്ട്? ആർ യു ഫീലിംഗ് ലൈറ്റ്? ഞാൻ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് കുറെ കൂടെ ബെറ്റർ ആവും. വൈകിട്ടത്തെ സെഷൻ കുറച്ചുകൂടി നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വെരി ഗുഡ്. സോ ആ ഒരു പ്രോബ്ലം എടുത്ത സമയത്താണല്ലോ ഈ ഒരു സംഗതി വന്നത് അല്ലെ? ഒരു പെയിൻ എടുത്ത സമയത്ത്. അപ്പൊ ആ പെയിൻ പിന്നെ ആലോചിച്ചു നോക്കിയോ? ആ പെയിൻ പോയിട്ടുണ്ടോ? ഹൗ ഡു യു ഫീൽ? 5 ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ഒരു ഇന്ന് നമ്മൾ ആ ഒരു മോർണിംഗ് സെക്ഷൻ ആക്ച്വലി ലാഗ് ആവുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ആ ഓരോ വേർഡ്സുകൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ ചില സമയത്ത് എനിക്ക് അതിൽ ഫീൽ വരുന്നുണ്ട്. ആ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഫീൽ വരുന്നുണ്ട് ചില സമയത്ത്. വരുന്നുണ്ട്. ഓക്കെ. സോ അപ്പൊ അതെന്ത് വെച്ചാല് നമ്മൾ ഇന്നലെ പഠിപ്പിച്ച പ്രകാരം എന്താ വെച്ചാല് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് റിപ്പീറ്റ് പതിയെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. എനിവേ ഈ ഒരു എക്സ്പീരിയൻസ് കുറച്ച് എന്താ പറയാ, ഐ വാണ്ടഡ് ടു നോ വാട്ട് ഇസ് ദ സ്റ്റാറ്റസ്, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. ഹായ് എവരിവൺ. അപ്പൊ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക്, നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ജസ്റ്റ് നമ്മുടെ ഒരു കോഴ്സിലെ പാർട്ടിസിപ്പന്റിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അത് ജസ്റ്റ് ഒന്ന് അവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, ട്രോമാസ് ഉണ്ടാവും. നമ്മൾ നൽകുന്ന ഓരോ കോഴ്സുകളിലൂടെയും അതേപോലെ സംഗതികളിലൂടെയും ഇതൊക്കെ ഹീൽ ചെയ്ത് അതിനെ മറികടന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോ
നമ്മുടെ കോഴ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ ഹീലിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചിലപ്പോൾ പനി വരും, ജലദോഷം വരും, അല്ലെങ്കിൽ അത് പക്ഷേ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ അതെല്ലാം മാറി. ചില ദിവസം വിത്തിൻ 1 ഡേയിൽ തന്നെ മാറും, ചില 2 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യും, ഇതിന്റെ എല്ലാ ഡിഫിക്കൽട്ടീസും മാറി ബാക്ക് ടു നോർമൽ ആവും. ആ ഒരു ടോക്സിൻസ് റിലീസ് ആവുന്നതിന്റെയും ടോക്സിൻസ് ഫ്രീ ആവും, നമ്മൾ അതിൽ നിന്ന് ഇമോഷണലി ഫ്രീ ആവുന്നതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന സംഗതികളാണ്. എനിവേ ജസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളൂ. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ് ഒരുപാട് പേർക്കുണ്ടെന്ന് അറിയാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഐ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം. അപ്പൊ അതിലേക്ക് എന്താ വെച്ചാൽ നമുക്ക് കിടക്കാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ സെഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേഷൻ സീരീസിലെ 4ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. അപ്പൊ 4ാമത്തെ ദിവസം. ഹലോ, യെസ് പറഞ്ഞു. I am for the first time here, sir. ഓക്കെ, എന്തെങ്കിലും ഒരു ടിപ്സ് ജനറൽ ആയിട്ട് ഒരു പറയാനുണ്ട് ഫോർ ഇൻട്രൊഡക്ഷൻ. ആക്ച്വലി അതേ പറയുന്നത്, ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, ജനറൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്? ജനറൽ ആയിട്ടുള്ള ടിപ്സ് എന്നുള്ളതല്ല നമ്മുടെ ക്ലാസ്. സോറി, ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു ബ്രീഫ് കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് ദ പ്രോഗ്രാം, അല്ലേ? വാട്ട് ഈസ് ദ പ്രോഗ്രാം? ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മുടെ ഈ ഷാഫിംഗ് സ്പേസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇപ്പൊ ഏകദേശം 70-ലധികം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളിൽ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് മെഡിറ്റേഷനും ക്ലാസ്സും. 6 മണിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ക്ലാസ്സുകൾ മോർണിംഗിൽ നമ്മൾ എന്താ വെച്ചാൽ ഓരോ സീരീസ് ഓഫ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പേഴ്സണൽ ഡെവലപ്മെന്റ് സീരീസ് ആയിരുന്നു കുറച്ച്. ഈ ആഴ്ച നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സീരീസ് ആണ്. നമുക്ക് സമ്പത്ത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ലൈഫിൽ എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡം കണ്ടെത്താം, സമ്പത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ കണ്ടെത്താം, അതിനു വേണ്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റ്സുകൾ എന്താണ്, അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മൾ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ മെഡിറ്റേഷൻസ് സ്ഥിരമാണ്. ഈ മെഡിറ്റേഷൻസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും, മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോ ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു, ചെറിയ ടെക്നിക്കൽ എറർ വന്നു, ഇതാണ് നടക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ നടത്തുന്ന ചില കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അത് 10 ഡേയ്സ് കോച്ച്, 30 ഡേയ്സ് കോച്ചിങ് ഒക്കെ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതിൽ ചില കോഴ്സുകൾ എന്ന് വെച്ചാൽ ബിസിനസ് പരമായിട്ടുള്ള കോഴ്സുകളാണ്. ചില കോഴ്സുകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതിൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് EFT ബേസ്ഡ് ലൈഫ് മാസ്റ്ററി കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സാണ്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ഇവന്റ്സുകൾ, ചെറുപ്പത്തിൽ മുതൽ ഈ ഒരു പ്രായം എത്തിയ സമയത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എടുത്ത് അത് നമ്മൾ ഹീൽ ചെയ്ത് ആ പെയിനുകൾ മൊത്തം ഹീൽ ചെയ്തിട്ട് നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ പൊട്ടിച്ച് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതിയിലേക്ക് നടത്തുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആകാൻ പറ്റും. കാരണം നമ്മൾ ട്രോമ ഹീലിംഗ് നടക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ അധികവും 99% വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡി എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിൽ നിൽക്കുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ മെറ്റാബോളിസത്തെ ബാധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മെറ്റാബോളിസത്തെ ബാധിക്കുകയും അത് സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ പ്രതിരോധ ശക്തി നമുക്ക് എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി നമുക്ക് കുറയുകയും അങ്ങനെ അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കുറയുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രോമകളിൽ നിന്ന് നമ്മളെ റിലീസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ബോഡി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന മോഡിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സർവൈവൽ മോഡിൽ നിൽക്കില്ല. 80% ആൾക്കാരുടെയും ബോഡി സർവൈവൽ മോഡിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് എന്ന് വെച്ചാൽ EFT ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ്. അതിൽ നമ്മൾ എന്ന് വെച്ചാൽ മൈൻഡ് പവറിന്റെ എലമെന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ വരുന്നുണ്ട്, ഇങ്ങനെ കുറെ കോഴ്സുകളുണ്ട്, സംഗതികളൊക്കെ ഉണ്ട്. ഇതെല്ലാം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം. ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും മോർണിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോച്ചിങ് കൊടുക്കും. ദിസ് ഈസ് വാട്ട് വി ഡു. ഹോപ്പ് യു ഗോട്ട് മൈ ആൻസർ. താങ്ക് യു. സോ ഇപ്പൊ ഇന്നത്തെ സെഷനിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു 7 ദിവസത്തെ കോച്ചിങ് ഉണ്ട് വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ അതിന്റെ 4 സെഷൻസ് കഴിഞ്ഞു. ഇന്ന് 5ാമത്തെ സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണ് സൈക്കോളജി ഓഫ് റിച്ച് പീപ്പിൾ. റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ, സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ സൈക്കോളജിയാണ് നമ്മൾ ഇന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നലെ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ബ്ലോക്കുകളുണ്ട്. ആ ബ്ലോക്കുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സോ ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഇത് നമ്മളെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെറുതായിട്ട് ഡിലേ വന്നിട്ടുണ്ട്. ബട്ട് ഐ എം സോ സോറി, ബട്ട് ദാറ്റ് ഈസ് ദ വേ സംടൈംസ് ഇറ്റ് ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. എന്താണ് ഇറ്റ്സ് ഓക്കെ? നമ്മളുടെ ലൈഫിൽ എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഇറ്റ്സ് ഓക്കെ എന്നുള്ളത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഇറ്റ്സ് ഓക്കെ? സോ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കാരണം ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ എനർജി വരും, ഒരു പോസിറ്റീവ് വൈബ് വരും, സംഗതികൾ വരും. ഓക്കെ. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളോടും എല്ലാ വസ്തുക്കളോടും നമ്മൾ നന്ദി പറയണം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ സാധിക്കുന്ന ഈ ഒരു ടെക്നിക്കൽ ഡിവൈസ് ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന എൻ്റെ ലാപ്ടോപ്പ്, നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലോ, അതിന് മനസ്സറിഞ്ഞും താങ്ക്സ് പറയാം. അതിനൊന്ന് ബ്ലസ് ചെയ്യുക. ബ്ലസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ താങ്ക് യു സോ മച്ച് അതിനോട് പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്തിട്ട് പറയാം താങ്ക് യു സോ മച്ച്. ആ ഒരു ഡിവൈസിനോട് ഒരു താങ്ക്സ് ഫീൽ ചെയ്യും. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഒരു അറിവ് എനിക്ക് കാണാൻ സഹായിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു ബ്ലെസ്സിങ്. ഓക്കെ. അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി വരും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇരിക്കുന്ന ഒരു ചെയർ ഇല്ലേ, നിങ്ങൾ ഇരിക്കുന്ന ചെയർ, ആ ചെയറിന് ഒരു നന്ദി പറഞ്ഞ് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് എന്നിട്ടൊന്ന് ഫീൽ ചെയ്തിട്ട് വെച്ചാൽ അതിനൊന്ന് ബ്ലസ് ചെയ്ത് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ. ജസ്റ്റ് ബ്ലസ് യുവർ സറൗണ്ടിങ്സ്. ആ റൂമില്ലേ, ആ റൂമിന് ആ ടേബിൾ ഇല്ലേ, നിങ്ങൾ മറ്റേ ലാപ്ടോപ്പ് വെച്ചാൽ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ടുള്ള ആ ടേബിള് താങ്ക് യു സോ മച്ച് പറയാം. നിങ്ങൾ ഇരിക്കുന്ന ഫർണിച്ചർ ആ റൂം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ റൂമിന് ഒന്ന് മനസ്സറിഞ്ഞ് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. ആ ഇലക്ട്രിസിറ്റിക്ക് മനസ്സറിഞ്ഞ് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇന്നത്തെ സെഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെച്ചാൽ റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ സൈക്കോളജി എന്ന് പറയുന്നത് ഫീൽ ഗ്രേറ്റ്ഫുൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ബ്ലെസ്സിങ്സിനെ ഫീൽ ചെയ്യുക. നമ്മളുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സിനെ ഫീൽ ചെയ്യുക. അതിനെ ശരിക്കും നമ്മൾ ബ്ലസ് ചെയ്തിരിക്കണം. അത് ബ്ലെസ്സിങ്സ് ആണ് എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യലാണ് ബ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ അത് നമ്മൾ വെച്ചാൽ ബ്ലെസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അബണ്ടന്റ് മൈൻഡ് സെറ്റ് വരുള്ളൂ. ആ അബണ്ടന്റ് മൈൻഡ് സെറ്റിൽ നിന്നാണ് നമ്മൾ സൈക്കോളജി ഓഫ് റിച്ച് പീപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. റെഡി? അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ആ റെഡിനെസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലേക്ക് പതിയെ കിടക്കാം. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ബ്ലസ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ സറൗണ്ടിങ്സിനെ ബ്ലസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സിനെ ബ്ലസ് ചെയ്യുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോ നമ്മളുടെ സോറി വെൽത്ത് ക്രിയേഷനിൽ ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. നമ്മൾ ട്രാൻസ്പ്ലാന്റ് സൈക്കോളജി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? സൈക്കോളജി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ബ്ലെസ്സിങ്സ് കഴിഞ്ഞ ദിവസം? അതാണ് എന്താണ് ട്രാൻസ്പ്ലാന്റ് സൈക്കോളജി, നമുക്ക് മൈൻഡ് സെറ്റ് ഓഫ് സക്സസ്ഫുൾ അല്ലെ? ഉള്ളില് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പുറത്തും വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ മനസ്സിനുള്ളിൽ വെൽത്ത് ഉണ്ടെങ്കിലേ പുറത്ത് വെൽത്ത് ഉണ്ടാവും. മനസ്സിനുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് സമ്പത്ത് ഉണ്ടെങ്കിലേ പുറത്ത് നമുക്ക് സമ്പത്ത് ഉണ്ടാവുള്ളൂ. ഔട്ടർ വേൾഡിൽ നമ്മൾ സമ്പത്ത് മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് ഐഡിയാസ് ആർ ദ സീഡ്സ് ഓഫ് വെൽത്ത്. നമ്മൾ പഠിച്ച അടുത്തൊരു പോയിന്റ് എന്താണ്, നല്ല ആശയങ്ങളാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. നമ്മളിലേക്ക് സമ്പത്ത് വരണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള നല്ലൊരു ആശയം വേണം. ആ ആശയം നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മില്യൺസ് ക്രിയേറ്റ് ചെയ്യണോ, മില്യൺസ് വാല്യൂ ഉള്ള, അത് ഒന്നുകിൽ ക്വാണ്ടിറ്റി കൊണ്ടോ ക്വാളിറ്റി കൊണ്ടോ മില്യൺസ് വാല്യൂ ഉള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ 1000 രൂപ വില മതിക്കുന്ന ഒരു എന്താ പറയാ, 1000 രൂപ വില മതിക്കുന്ന അല്ലെങ്കിൽ $1000 വില മതിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് ഒരു
വിലമതിക്കുന്ന ഒരു ഐഡിയ നിങ്ങളുടെ അടുത്തുണ്ട് എങ്കിൽ ആ ആശയം ഒരു $1 മില്യൺ ആവുന്നത് വരെ അല്ലെങ്കിൽ $1 മില്യൺ ആകുന്നത് വരെ അത് റിപ്പീറ്റഡ് ആയിട്ട് സെല് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ അത് സെല് ചെയ്യപ്പെടണം. അത്രയും മൾട്ടിപ്ലിക്കേഷനിൽ എന്താ വെച്ചാൽ 1000 ഇൻറ്റു 1000 ഇൻറ്റു ഇത്ര മൾട്ടിപ്ലിക്കേഷനിൽ അതെന്താ വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? അത് സെല് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ്? അത് നമ്മൾ എന്താ വെച്ചാൽ അത് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു $1 മില്യൺ വാല്യൂ ഉള്ളതായിട്ട് അത് മാറും. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മില്യൺസ് നമ്മളിലേക്ക് വരും. അപ്പൊ ഐഡിയാസ്, നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് വേണം. അതേപോലെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിക്കണം നമ്മൾ പഠിച്ചു. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു മാജിക്കൽ പവർ ഉണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ആശയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബില്യൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ അപാരമായിട്ടുള്ള പവറാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഒരുപാട് പുസ്തകങ്ങളെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കുണ്ട്, നിങ്ങൾക്ക് വായിക്കേണ്ട ബുക്കാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ പറഞ്ഞു തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ്, തിങ്ക് അഹെഡ്. അതായത് വലുതായി ചിന്തിക്കണം, ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കണം, തിങ്ക് അഹെഡ്, മുൻകൂട്ടി ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? തിങ്ക് ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും ചെറിയ സ്വപ്നങ്ങൾ, ചെറിയ സംഗതികളിലേക്ക് മാത്രം ചിന്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഐഡിയാസ് ആർ നോ വൺസ് മൊണോപ്പൊളി. ആരുടെയും കുത്തകയല്ല ആശയങ്ങള്. നിങ്ങൾക്കും ഏത് ആശയം വേണമെങ്കിലും കോപ്പി അടിക്കാം, അതിൽ ഇൻസ്പയർഡ് ആവാം, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ 90% സൈക്കോളജിയാണ്, 10% മാത്രമാണ് എക്കണോമിക്സ്. സമ്പത്തുണ്ടാക്കുക എന്ന് പറയുന്നതിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും 10% റോളേ ഉള്ളൂ. 90% നിങ്ങളുടെ സൈക്കോളജിയാണ്. അതായത് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അതിലുള്ള വിശ്വാസമുണ്ടോ, അത് ആ ഒരു വിശ്വാസവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക്, ഇത് കഴിയില്ല, പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് കഴിയാതെ വരും എന്നുള്ളതാണ്. നമ്മളുടെ മൈൻഡ്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, അവർ പറയുന്നത് എന്താണ്? പോവർട്ടി ആൻഡ് ഡെപ്റ്റ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് പോവർട്ടി, ഡെപ്റ്റ്, ലോസ്. അതായത് ദാരിദ്ര്യം, കടം, അതേപോലെ നഷ്ടങ്ങളെല്ലാം പ്രോഡക്റ്റ് ഓഫ് ദ മൈൻഡ്, മനസ്സിന്റെ പ്രോഡക്ട്സുകളാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചാണ് പ്രോഡക്റ്റ് ലോസ് ഉണ്ടാകുന്നത്, ചിന്തകൾക്കനുസരിച്ചാണ് ഡെപ്റ്റ് വരുന്നത്, ചിന്തകൾക്കനുസരിച്ചാണ് ദാരിദ്ര്യം വരുന്നത്. നമുക്ക് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിൽ അത് നിങ്ങളിൽ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് തരും. ആ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ എനർജിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനും ആക്റ്റീവായിട്ട് ജോലി ചെയ്യാനും നിങ്ങളുടെ സമ്പത്തിലേക്ക് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാണ് പറയുന്നത്, സൈക്കോളജിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്, അല്ലെങ്കിൽ സൈക്കോളജിയിലാണ് കാര്യം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. നമ്മളുടെ സൈക്കോളജി എങ്ങനെയാണ്? നമ്മളുടെ സൈക്കോളജി എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും എനർജിയിൽ നിൽക്കണം. ഹയർ എനർജിയിൽ, ഹയർ ഫ്രീക്വൻസിയിൽ നമുക്ക് നിൽക്കാൻ പറ്റണം. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഹയർ എനർജിയിൽ നിൽക്കാൻ പറ്റുന്നില്ല, നമ്മൾ ലോവർ എനർജിയിലാണ്, നമ്മൾ ഡൗൺ ആണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, സൈക്കോളജി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ സൈക്കോളജി എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സൈക്കോളജി ചേഞ്ച് ആയില്ലേ? നേരത്തെ നിങ്ങൾ ആ ഒരു ഫോണിനെ ബ്ലസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ചേഞ്ച് ആയോ? യെസ് ഓർ നോ? കമന്റ് ആവും. നിങ്ങളുടെ ഫർണിച്ചർ ബ്ലസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ചേഞ്ച് ആയോ ഇല്ലയോ? നിങ്ങളുടെ ഇമോഷൻസ് ചേഞ്ച് ആയോ ഇല്ലയോ? നിങ്ങളുടെ എനർജി ചേഞ്ച് ആയോ ഇല്ലയോ? നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തു നോക്കൂ. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ എനർജി ചേഞ്ച് ആകും. അങ്ങനെ ചേഞ്ച് ആകുന്ന ആ ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടും ട്രാക്കിലും കറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ നല്ല ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറാൻ പറ്റും. നല്ല രീതിയിൽ ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറാൻ പറ്റും. അത് നിങ്ങളുടെ പവറിനെ വർദ്ധിപ്പിക്കും. നിങ്ങളിലേക്ക് കൂടുതൽ അവസരങ്ങൾ കാണാൻ കഴിയുന്ന, നല്ലത് മാത്രം ചിന്തിക്കുന്ന, നല്ലത് മാത്രം കാണുന്ന, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാത്ത, അഡിക്ഷൻസിന് അഡിക്റ്റഡ് ആയിട്ട് പോകാത്ത, ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാത്ത, സമയം പാഴാക്കാത്ത, പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാന്
ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങളെ സഹായിക്കും. നോ ഡൗട്ട്. കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരും. നോ ഡൗട്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് അപാരമായിട്ട് ചേഞ്ച് ആകും. സോ പ്രാക്ടീസ് ബ്ലെസ്സിങ്സ്. പ്രാക്ടീസ് അപ്രീഷിയേറ്റിംഗ് ദ ബ്ലെസ്സിങ്സ്. നമ്മുടെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം, അത് ബ്ലെസ് ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ എന്തല്ല പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. സോ ബി ഹിയർ. ശരിക്കും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ എന്താ വെച്ചാൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബ്ലെസ്സിങ്സിലേക്ക് കൊടുക്കുക, അറിഞ്ഞു കൊടുക്കുക. ഉണ്ട് എന്നുള്ള ചിന്തയുള്ള ഒരാൾക്കാണ്, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കാണ് എന്താ വെച്ചാല് എന്നിൽ ഉണ്ട്, എനിക്കുണ്ട്, ഇനിയും എനിക്ക് ഒരുപാട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന ചിന്തയുള്ള ആൾക്കാണ് കൂടുതൽ സമ്പത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ സമ്പത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് അവർ കാണും. സോ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എണീക്കുന്ന ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടത് എന്താണ്? ചിന്തിക്കേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ യു ബ്ലസ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെ ബ്ലസ് ചെയ്യാം. ശരീരത്തോട് പറയാം താങ്ക് യു സോ മച്ച്. ഇല്ലായ്മയിൽ നിന്നൊരു ദിവസം തുടങ്ങരുത്. ശരീരത്തോട് പറയാന്ന് വെച്ചാൽ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് പറയാം. കണ്ണുകളോട് പറയാം താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല കാഴ്ചകൾ തന്നിരുന്നു വെച്ചാൽ കണ്ണുകളെ ബ്ലസ് ചെയ്യുക, താങ്ക് യു സോ മച്ച്. കണ്ണുകളോടാണ് പറയേണ്ടത്, തലയോടാണ് പറയേണ്ടത് താങ്ക് യു സോ മച്ച്. ഇത് തന്നിരിക്കുന്ന ദൈവത്തോടും പറയും. ഓരോ അവയവങ്ങളോടും പറയുക. അതാണ് സെൽഫ് ലവ്. താങ്ക് യു സോ മച്ച്. ലവിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ എനർജി നിലനിർത്തേണ്ടത്. ലവിലൂടെ എനർജി നിലനിർത്തുന്നതിലൂടെ നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സിൽ അടുത്ത ബാച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എനിവേ, ഞാൻ ജസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലവിലൂടെ ഇതേപോലെ ഇതിനെക്കുറിച്ച് ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കും. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സൈക്കോളജി ക്രിയേറ്റ് ചെയ്യുന്നതിൽ നേരിട്ടുള്ള തെറാപ്പി സംഗതികളും നിങ്ങൾക്ക് ലഭിക്കും. ആ ലഭിക്കുന്ന പ്രോഗ്രാമും കൂടിയാണ് ഇന്ന് വരുന്നത്. 28-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാം. ഓക്കെ, 28-ാം തീയതി കാലിക്കറ്റ് വെച്ചിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. കാലിക്കറ്റ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ബുക്ക് ഒക്കെ നൽകിക്കൊണ്ട് ബിസിനസ് വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അത് 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നൽകുന്ന തെറാപ്പി ഉണ്ട്. ഇതേപോലെ എന്ന് വെച്ചാൽ ലൈവായിട്ട് നമ്മൾ എന്താ വെച്ചാൽ അത് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. ഒന്ന്, നിങ്ങളുടെ ബിസിനസ് ട്രോമാസ് ഹീൽ ചെയ്യും, ഫൈനാൻഷ്യൽ ട്രോമാസ് ഹീൽ ചെയ്യുക. ചെറുപ്പത്തിലുള്ള നമ്മളുടെ ബിസിനസ് ക്വാളിറ്റീസ് എല്ലാം ഉള്ളിൽ ഒതുങ്ങിപ്പോയതിന് കാരണമായിട്ടുള്ള പുറത്തെടുക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള സംഗതികൾ. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ പഠിപ്പിച്ചിരുന്നു. സോ എനിവേ, പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എന്തായാലും വരണം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. 28-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ബിസിനസ് പ്രോഗ്രാമാണ്. അതിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്ട്രാറ്റജീസ് പഠിപ്പിക്കുന്നുണ്ട്. ഗ്രോ ചെയ്യാനുള്ള സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. കറന്റ്ലി ഉള്ള ബിസിനസ് ഇഷ്യൂസ് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാനുള്ള സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. സോ യു വിൽ ബി റണ്ണിങ് യുവർ ബിസിനസ് ഇൻ ആക്റ്റീവ്ലി ആഫ്റ്റർ ദ പ്രോഗ്രാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിലേക്ക് എന്ത് ചെയ്യാൻ വരണം നിങ്ങൾ. ഇനി പറയാനുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ബ്ലസ് ചെയ്യുക. സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. നിങ്ങളുടെ കണ്ണുകളോട് നന്ദി പറയുക, വായയോട് നന്ദി പറയുക, ചെവികളോട് നന്ദി പറയുക, കൈകളോട് നന്ദി പറയുക, കാലുകളോട് നന്ദി പറയുക, ചെരുപ്പിനോട് നന്ദി പറയുക, നിങ്ങളുടെ വസ്ത്രങ്ങളോട് നന്ദി പറയുക. നിങ്ങൾ ഫീൽ ചെയ്തിട്ടെന്ന് പറഞ്ഞു നോക്കിയേ. It will change your vibration. It will change the way you see your life. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ കിടക്കുന്ന ബെഡിനോട് നന്ദി പറയുക, നിങ്ങൾ കിടക്കുന്ന പില്ലയോട് നന്ദി പറയുക, നിങ്ങൾ കിടക്കുന്ന ഒരു ബ്ലാങ്കറ്റിനോട് നന്ദി പറയുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എയർ കണ്ടീഷനിങ് തരുന്ന, നല്ല രീതിയിലുള്ള തണുപ്പ് നൽകുന്ന, കംഫർട്ടബിൾ ആക്കുന്ന AC-യോട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദി പറയുക. നിങ്ങളുടെ ഓരോ എലമെന്റുകളോടും. അപ്പൊ നിങ്ങൾക്ക് എന്താ വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് വിൽ ഹാപ്പൻ? അത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് നിങ്ങൾക്ക് സംഭവിക്കും? ഒന്ന് കണ്ണടച്ച് ലെറ്റ് മീ ഗിവ് യു. ഒന്ന് പതിയെ ഒന്ന് കണ്ണടച്ച്, ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. പതിയെ ബ്രീത്തിങ് എടുത്ത് ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. One more time, take a deep breath
and breathe out. പതിയെ നിങ്ങളോട് ഒന്ന് നന്ദി പറയുക. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റിയതിന്, ഇരിക്കാൻ പറ്റിയതിന് താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് നന്ദി പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ക്ലാസ് കേൾക്കാൻ കഴിയുന്നതും ആ ചെവികളോട് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ചെവികളെ ബ്ലസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ താങ്ക്സ് പറയാം. നിങ്ങളുടെ കണ്ണുകളെ ബ്ലസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇരിക്കുന്ന ആ ചെയറിന് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങി എണീറ്റ ആ ഒരു ബെഡിനോട് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആ താമസിച്ച വീടിനോട് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഉപയോഗിച്ച ബ്രഷിനോട് താങ്ക്സ് പറഞ്ഞു. പല്ല് തേക്കാൻ ഉപയോഗിച്ച ബ്രഷിനോട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആ പേസ്റ്റിനോട് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കുടിച്ച വെള്ളത്തോട്, ആ ചായയോട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ബാത്റൂമിൽ പോയപ്പോൾ ഉപയോഗിച്ച ആ ടാപ്പ്, വെള്ളം വന്നിരിക്കുന്ന ആ പ്ലംബിംഗ് സിസ്റ്റത്തോട് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാത്തിനോടും താങ്ക്സ് പറയും. നിങ്ങളുടെ മക്കളോട് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അവരെ ബ്ലെസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ വന്നതിന്. ജീവിത പങ്കാളിയോട് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. റിലാക്സ്. Take a deep breath and breathe out. One more time, take a deep breath and breathe out. Right? പതിയെ കണ്ണുകൾ തുറക്കും. തിരിച്ചു വരാം. കൈകളൊന്ന് കുട്ടിത്തിരുമ്മി ദേഹത്തും കവളത്തും ഒക്കെ ഒന്ന് വെച്ച് തിരിച്ചു വരാം. ആൻഡ് ടെൽ മീ, ഹൗ ഡു യു ഫീൽ? ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫീലിംഗ് എന്താണ്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? എന്താണ് ഫീലിംഗ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? പറയാം. ഹാപ്പിയാണ്? ഹാപ്പി. എനർജി ഫ്ലോ ഉണ്ട് സർ. എനർജി ഫ്ലോ ഉണ്ട്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ പേരെന്താണ്? റഷീദ് ഉസ്മാൻ. റഷീദ് ഉസ്മാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങളായിരുന്നു നമ്മുടെ ഒരു ക്ലാസ്സിലേക്ക് വന്നു. ഓക്കെ, താങ്ക് യു. സോ എനർജി, പ്ലഷർ എനർജി ഉണ്ട്, പോസിറ്റീവ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഹാപ്പി ആണെന്ന് പറയുന്നു, ബ്ലെസ്ഡ് ആണെന്ന് പറയുന്നു, പീസ് ഓഫ് മൈൻഡ് വരുന്നു. വെരി ഗുഡ്. അപ്പോ ഈ ഒരു ഫീലിംഗിൽ നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ഫീലിംഗിൽ നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ഫീലിംഗിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടന്റ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. സമ്പത്ത് കൂടുതൽ വരണമെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മളിലേക്ക് സമ്പത്ത് കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഫീൽ ചെയ്യണം. ആ ഫീലിങ്സ് ജസ്റ്റ് നമ്മൾ കുറെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ പോരാ. യു ഹാവ് ടു ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് ഹാവിങ് ഇറ്റ്. ഞാൻ ബ്ലെസ്ഡ് ആണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ അനുഗ്രഹീതനാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുമ്പോൾ, ആൻഡ് ദാറ്റ് ഫീലിംഗ് ഈസ് കോൾഡ്, ദാറ്റ് ഫീലിംഗ്, അതാണ് ബോധം. ആ ബോധം ആണ് എന്താ വെച്ചാൽ ശരിക്കും നന്ദി എന്ന് പറയുന്നത്. ലോജിക്കലി പറഞ്ഞാൽ പോരാ, ഡു യു ഫീൽ ഇറ്റ്? ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ചെയ്യുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളതാകുന്നത്. എന്ത്? നമുക്ക് ഇത്രയും തന്നതിന്, നമുക്ക് ഇത്രയും ലഭിച്ചതിന്. അപ്പൊ കൂടുതൽ നമ്മളിലേക്ക് വരാൻ വേണ്ട, അതിനെ നമുക്ക് തന്നതിന്, നമുക്ക് ലഭിച്ചതിനുള്ള ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ
കൂടുതൽ നമ്മളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. യൂണിവേഴ്സൽ പവർ നമ്മളിലേക്ക് എന്താ വെച്ചാൽ കൊണ്ടുതരും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, പ്രപഞ്ചനാഥൻ നമുക്ക് നമ്മളിലേക്ക് തരും. കൂടുതൽ തരണം എന്ന് വെച്ചാൽ തന്നതിന് ആദ്യം നന്ദി പറയണം. റൈറ്റ്? നിങ്ങൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തു, തീരെ നന്ദി പറയുന്നില്ല, അതിന് വില കൽപ്പിക്കുന്നില്ല, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, പിന്നെ അതിനെ പുച്ഛിക്കുകയാണ്, അതിനെ ഇഗ്നോർ ചെയ്യുകയാണ്. കൊടുക്കാൻ താല്പര്യം ഉണ്ടാവുമോ? നോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ യൂണിവേഴ്സ് നമ്മൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കുന്നതിന് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ നൽകുന്നതിന് നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കൂടുതൽ എന്താ പറയുക, നമ്മൾ എന്താ വെച്ചാൽ നന്ദി പറയുന്നു, കൂടുതൽ ഫീൽ ചെയ്യുന്നു. ഫീലിംഗ് ഓഫ് അബണ്ടൻസ്. അപ്പൊ ഉള്ളിൽ എപ്പോഴും എന്താണ്? ഞാൻ സമ്പൽ സമൃദ്ധനാണ് എന്ന ഫീലിംഗ് ആണ്. ഞാൻ സമ്പത്ത് എന്നിൽ ഒരുപാടുണ്ട് എന്നുള്ള ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു ഹയർ എനർജി ഫ്രീക്വൻസി പുറത്തേക്ക് എമിറ്റ് ചെയ്തു പോകും. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് പുറത്തേക്ക് പോകും. തരംഗങ്ങളുടെ രൂപത്തിൽ അത് പുറത്തേക്ക് പോകുന്ന ആ സിഗ്നൽസ് പുറത്തേക്ക് പോകുമ്പോൾ അത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്, ദ മാജിക്. അവിടെയാണ് എന്ത് വെച്ചാൽ മിറക്കിൾസ് സംഭവിക്കുന്നത്. ആ മിറക്കിൾസ് നമ്മുടെ ലൈഫിലേക്ക് വരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ലൈക്ക് ദിസ്. നിങ്ങളുടെ ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോ എല്ലാ ദിവസവും നടക്കുമോ? എല്ലാ ദിവസവും നടക്കില്ല. അതിനാണ് നമ്മൾ മോർണിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാ ദിവസവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നിരിക്കുകയാണ്. സോ കം ആൻഡ്, മനസ്സിലാവുന്നുണ്ടോ? അതെന്ത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വെച്ചാൽ ലേൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ നോ. അടുത്തത് എന്താണ്? സൈക്കോളജി ഓഫ് എന്താ പറയുക, നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സൈക്കോളജി പറയുകയാണെന്നുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യം അറിയാം. എന്താണ്? പോവർട്ടി ആൻഡ് ലോസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് മൈൻഡ്. അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പ്രോഡക്റ്റ് ഓഫ് മൈൻഡ് ആണ്. മനസ്സിൽ നമുക്ക് ഇല്ലായ്മ. ഇപ്പൊ ഈ പറഞ്ഞതിന് പകരം എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്ന് കൂടുതൽ ചിന്തിക്കുന്ന ഒരാൾക്ക് കൂടുതൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകും. ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ടാർഗറ്റ് ഫിക്സേഷൻ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനെ പറയുന്ന സംഗതി എന്ന് വെച്ചാൽ സിംപ്ലി 2 എക്സാമ്പിൾസ് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാഹനം ഓടിച്ചു പോകണം. വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു വണ്ടി വന്നു. നിങ്ങൾ എന്ത് ചെയ്യാണ്? എന്റെ വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞിട്ട് ആ മുന്നിലോട്ട് വരുന്ന വണ്ടിയിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആ വണ്ടിയെ പോയിട്ട് ഇടിക്കും. നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ആയി. നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക്. ഇത് ആക്സിഡന്റ് നടക്കുന്നതിലുള്ള വലിയ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട് ആണ്. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അധിക ആക്സിഡന്റുകൾ നടക്കുന്നതിന്റെ കാരണം ടാർഗറ്റ് ഫിക്സേഷൻ ആണെന്നാ പറയുന്നത്. അതായത് നമ്മളുടെ മൈൻഡിന്റെ നമ്മളെന്ന് വെച്ചാൽ ആ ടാർഗറ്റ് നമ്മളെ മൈൻഡിൽ ഫിക്സ്ഡ് ആയി പോവുക. നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ആ അപകടത്തിലേക്കാണ് നോക്കിയത്, അപകടത്തിലേക്കാണ്. എന്നാൽ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ ഇതേപോലെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടിയിരുന്നത് എവിടെ വഴി, ടാർഗറ്റ് ഫിക്സിങ് എവിടേക്കാണ്, അവിടെ രക്ഷപ്പെടാനുള്ള വഴി ഏതാണ്, എനിക്ക് എങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ കണ്ടെത്താം എന്നുള്ളതിലേക്ക് ചിന്ത പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എപ്പോഴും രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് നോക്കണം. അല്ലാതെ എന്തിലേക്കാണ്, ചിലപ്പോൾ ഒരു മതിലേക്കാണ് നോക്കി, ചില വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവാണ്, ചെറിയൊരു വളവുണ്ട്, നിങ്ങൾ മതിലേക്കാണ് നോക്കുന്നത് വെച്ചാൽ നേരെ പോയിട്ട് മതിലും പെട്ടിടിക്കും. അതിന് പകരം ആ വളവിലേക്ക് ശ്രദ്ധിച്ച് അതിനെ കറക്റ്റ് പോകേണ്ട വഴിയിലേക്കാണ് നമ്മൾ നോക്കുന്നത് വെച്ചാല് ആ വഴിയിലൂടെ അതങ്ങ് പൊയ്ക്കോളും എന്ന് പറയും. ഇതൊരു ആക്സിഡന്റ് കാര്യം പറയുന്നത്. ഇതേപോലെ തന്നെ ആണ് നമ്മൾ എന്തിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു, ദാരിദ്ര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു, പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, കടങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കടങ്ങളിലേക്ക് അത് നമ്മൾക്ക് കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങും. കാരണം നമുക്ക് കടം മാറ്റാൻ ആവശ്യമായിട്ടുള്ള, കടം വീട്ടാൻ ആവശ്യമായിട്ടുള്ള വഴികളിലേക്കല്ല നമ്മൾ നോക്കുന്നത്, അത്തരത്തിലുള്ള അവസരങ്ങളിലേക്കല്ല നോക്കുന്നത്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഇല്ല എന്ന് പറയുന്നു, ഇല്ല എന്ന് ചിന്തിക്കുന്നു, ഇനി എന്ത് ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കുന്നു, എനിക്കൊന്നും നടക്കില്ലല്ലോ എന്ന് ചിന്തിക്കും, ഞാൻ ഇനി എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതിന് പകരം നമ്മൾ എന്താ വെച്ചാല് ഇനി വഴി ഇതാണ്, ഇതിലേക്ക് ചിന്തിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനെ മാറി. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വഴികളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും. അത് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വഴികളിലേക്ക് ചിന്തിക്കുക, സമ്പത്ത് വരുത്തുന്ന വഴികളിലേക്ക് ചിന്തിക്കുക. അത്തരത്തിലുള്ള ചിന്തകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ നമ്മളിലേക്ക് സമ്പത്ത് കൂടുതലായിട്ട് വരും, അതിനുള്ള ആശയങ്ങൾ വരും, അതിനുള്ള പദ്ധതികൾ വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ട് ഞാൻ ശരിക്കും തളർന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി.
ആ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാനെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യും, ഞാനിത് ഇത് എനിക്ക് എന്താ ചെയ്യും, ഞാൻ പേടിച്ചിട്ട് ശരിക്കും ഭയപ്പെട്ടു പോയ സമയത്ത് എന്റെ ബ്രദറിനെ ഞാൻ വിളിച്ചു. ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ ശരിക്കും ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്ക് ഇത് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, ഇതെല്ലാം കൂടെ എന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ട് ചിലപ്പം കേസ് വരും, പ്രശ്നങ്ങൾ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ എനിക്കിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി, പേടിച്ചിട്ട് ഓരോ നേരം. ആൾക്ക് ക്യാഷ് കൊടുക്കാനുള്ളതാണ്, ആ കൊടുക്കേണ്ട ടൈമിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാകും, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ബിസിനസ്സിൽ വലിയ ലോസ് വന്നതാണ്, ശരിക്കും പേടിച്ചു പോയൊരു സമയം. എന്റെ ബ്രദർ എന്നോട് പറഞ്ഞു എന്ന് വെച്ചാല്, പണം നമുക്ക് ഉണ്ടാക്കാം, നീ അതിനെക്കുറിച്ച് പണം നമുക്ക് ഉണ്ടാക്കാം, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുക, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ഥലം വിൽക്കാനുണ്ടോ, അതിനെപ്പറ്റി ആലോചിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ലോണ് നോക്കണോ, അത് ആലോചിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും നീ തന്നെ എന്തെങ്കിലും നിന്റെ പരിപാടികൾ ചെയ്തിട്ട് ഉഷാറാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്ക്. അപ്പൊ ഞാൻ മൊത്തം ഫോക്കസ് ചെയ്ത് എവിടെയായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. അപ്പൊ ഞാൻ തളരുമായിരുന്നു. എന്റെ ബ്രദർ എന്നെ എന്ത് ചെയ്തു, വഴികളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നീ വറീഡ് ആവണ്ട, നീ വഴികളിലേക്ക് നോക്ക്, ഈ സംഗതിയിലേക്ക് ഓപ്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്ക്, അതിലേക്ക് ഫോക്കസ് തിരിച്ചു വിട്ടു. നമ്മുടെ അധികം ആൾക്കാരും ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ഈ വലിയ പ്രശ്നങ്ങൾ, ശരിക്കും ശ്രദ്ധിക്കണം, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് അധികം ആൾക്കാരും ഒന്ന് ഉണർന്ന് ചിന്തിച്ചിട്ട് വഴികളെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് ചിന്തിക്കും. Am I right? എന്നാൽ നിത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കംഫർട്ട് സോണിലൂടെ നടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ വഴികളിലേക്കല്ല നോക്കുന്നത്, ആ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വഴികൾ തേടുന്നില്ല, അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ചെറുതായി ആ പ്രശ്നങ്ങളും അതുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. കാര്യങ്ങൾ വലിയ പ്രശ്നമില്ല, വലിയ പ്രശ്നം ഉണ്ടായാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, അതേ വഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് ചിന്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ന് വെച്ചാല് മാനസികമായിട്ട് ഡൗൺ ആകുന്ന വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഡൗൺ ആവുക ചെയ്യും. നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഡൗൺ ആകും, എനർജി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് തീരെ വർക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഫോക്കസ് ഡൗൺ ആവും, എല്ലാം ഡിസ്ട്രാക്റ്റഡ് ആവും, നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിന് പകരം അവിടെ എന്താ വെച്ചാൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ, ഹോപ്പ് കൊടുക്കാൻ, ഏതിലേക്ക് എങ്ങനെ ഞാൻ ഇത് ചെയ്യും എന്നുള്ള സൊല്യൂഷനിലേക്ക് ചിന്തിച്ചു തുടങ്ങുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് സൊല്യൂഷൻസും വരും, ഐഡിയാസ് വരും. അങ്ങനെ അവർ എന്ത് ചെയ്യും, ആ പോവർട്ടിയിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷപ്പെടും. ഒരു സംശയമുണ്ട്, ഇവിടെ ആർക്കെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നു, ഗ്യാരണ്ടീഡ് ആണ്, ഞാൻ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും പേടി വരുന്നുണ്ട്, സാറേ പേടി വരുന്നുണ്ട്, എനിക്ക് പ്രയാസമാണ്, എന്റെ അവസ്ഥ എനിക്കേ അറിയുള്ളൂ എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അത് നിങ്ങൾ വിശ്വസിക്കേണ്ട, അതല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അത്രയും പെയിനിലാണ്, അത്രയും വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. അതല്ല യാഥാർത്ഥ്യം. നിങ്ങൾ അത് തിരിച്ചറിയും. ആ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പതിയെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്ത് വരും. ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ക്ലിയർ ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ 1 by 1 ഞാൻ ക്ലിയർ ചെയ്യും. അതിനുള്ള ഒരു ഹോപ്പ് എന്റെ മനസ്സിൽ കൊടുത്താൽ മതി. ആ ഹോപ്പിൽ നിന്നൊരു വഴി വരും, ആ വഴിയിൽ നിന്നൊരു തീരുമാനം വരും, തീരുമാനത്തിൽ നിന്ന് പദ്ധതികൾ വരും, പദ്ധതികളിൽ നിന്ന് ആക്ഷൻ വരും. അങ്ങനെ 1 by 1 റെഡി ആയിട്ട് വരും. ചോദിക്കാൻ പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചോദിക്കുക, സപ്പോർട്ടുകളൊക്കെ ചോദിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഈഗോ മാറ്റി വെച്ചിട്ട് എന്താ വെച്ചാൽ വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കും ഇവിടെ വഴികളുണ്ട്. വറീഡ് ആവേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രശ്നത്തിനെ മൊത്തത്തിൽ എടുത്തിട്ട് എല്ലാ പ്രശ്നവും ഇപ്പൊ സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. അത് ട്രൈ ചെയ്യുക. സംസാരിക്കേണ്ടവരോട് സംസാരിക്കുക, സമയം ചോദിക്കേണ്ടവരോട് സമയം ചോദിക്കുക. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങളെയും 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പ്രശ്നത്തെ കുറിച്ച് ഒറ്റയടിക്ക് ചിന്തിക്കേണ്ട. പറയുക, മനസ്സിനോട് പറയുക, ഇപ്പോ ഞാൻ എന്താണ് എനിക്ക് ഇന്ന് സോൾവ് ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ ആരോട് സംസാരിക്കണം, ഇന്ന് ഞാൻ എന്ത് കാര്യം ചെയ്യണം, ഇന്ന് ഈ വിഷയത്തിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നത് ആലോചിക്കുക, അത് ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ പതിയെ ചെയ്ത് വരിക. കാരണം ലിറ്ററലി ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്.
യു ക്യാൻ മേക്ക് എ കം ബാക്ക്. സോ ഡോണ്ട് വറി, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഇതെന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ സോൾവ്. നിങ്ങൾക്ക് അറിയോ, ഞാൻ ഈ ക്ലാസ്സുകൾ നന്നായിട്ട് എടുത്ത് ടോപ്പ് പെർഫോമൻസിൽ കാഴ്ചവെച്ചിരുന്ന ഒരാളാണ്. വലിയൊരു ബിസിനസ് പ്രശ്നമുണ്ടായിട്ട്, വലിയൊരു ബിസിനസ് പ്രോബ്ലം ഉണ്ടായിട്ട് എന്ന് വെച്ചാല് കംപ്ലീറ്റ്ലി എല്ലാം ലോസ് ആയിട്ട് നിന്നിടത്തുനിന്ന് തിരിച്ച് എന്താ പറയാ പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, കാരണം ഞാനത് സംഭവിച്ച സമയത്ത് ഞാൻ ശരിക്കും മാനസികമായിട്ട് തകർന്നു പോയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിന്നിടത്ത്, പകച്ചു നിന്നിടത്ത് നിന്നു. എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഇനി എനിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവും തോന്നുന്നില്ലടാ. അപ്പൊ എന്നോട് അവർ പറഞ്ഞു, നീയാണോ ഈ പറയുന്നത്? എന്നോട് പറഞ്ഞ അവര് ശരിക്കും, ഞാനത് പറഞ്ഞപ്പോ ആദ്യം അവർ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെയും ഞാൻ അതെന്നെ പറയണ കേട്ടപ്പോ അവർക്ക് പേടിയായി. അവർ പറഞ്ഞു, ഷാഫി, എന്ത് തന്നെ സംഭവിച്ചാലും മനസ്സിന്റെ കൺട്രോൾ നഷ്ടപ്പെടരുത്, പിടിച്ചു നിൽക്കണം. നീ പിടിച്ചു നിന്നാലേ നിന്റെ വൈഫിനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പറയിടാവണ്ട, നീ ഇപ്പൊ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നിനക്ക് അപാരമായിട്ടുള്ള കഴിവുകളുണ്ട്. ഇപ്പൊ നിന്റെ മാനസികാവസ്ഥ മാത്രമാണ്, വിഷമമാണ്. പതുക്കെ നമുക്ക് റെഡിയാക്കാം, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചില വേർഡ്സുകൾ, സപ്പോർട്ടുകൾ, അത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവർക്കും ഈ അവസ്ഥയുണ്ട്. നോ വൺ ഈസ് ഡിഫറെന്റ്. വറീഡ് ആവണ്ട. നിങ്ങളിപ്പോ കടന്നു പോകുന്ന എന്ത് പ്രയാസമാണെങ്കിലും യു ക്യാൻ മേക്ക് എ കംബാക്ക്. യു ക്യാൻ മേക്ക് യുവർ ലൈഫ് ബെറ്റർ. തിരിച്ചു വരാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. നമ്മൾ അത് ചെയ്യും. കൂടെയുണ്ട്, നമ്മളത് ചെയ്യും. നമ്മളത് ചെയ്യും. അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റും. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പം എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? അതിന് വേണ്ടി കൂടുതൽ പഠിക്കണം. ഡബിൾ ദ എഫേർട്ട്. പ്രതിസന്ധി പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇടുന്ന എഫേർട്ട്, നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണോ എങ്കിൽ നിങ്ങൾ മാസീവ് ആക്ഷൻ നടത്തണം. സൈക്കോളജി ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ സൈക്കോളജി എന്താ വെച്ചാൽ, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവരെന്താ വെച്ചാൽ മാസീവ് ആക്ഷൻ ഇടാനുള്ള മനസ്സ് അവർക്കുണ്ട്. അവരുടെ സൈക്കോളജി മാസീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, മാസീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ട് പണിയെടുക്കണോ അത്ര കണ്ട് പണിയെടുക്കാനുള്ള മൈൻഡ്, സമർപ്പണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ വീണ്ടും വായിക്കാനും, വീണ്ടും പ്ലാൻ ചെയ്യാനും, വീണ്ടും പഠിക്കാനും, വീണ്ടും പദ്ധതികൾ തയ്യാറാക്കാനും, ആൾക്കാരോട് സംസാരിക്കാനും, മീറ്റ് ചെയ്യാനും, കാര്യങ്ങൾ പോകാനും. They are ready to go and do it again and again. ആ ഒരു എഫേർട്ട് ഇടാനുള്ള മൈൻഡ് ഉണ്ടായാൽ മതി. പിന്നെ കാര്യങ്ങൾ റെഡിയാകും എന്ന് പറഞ്ഞാൽ റെഡിയാകും. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് ആ ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഡൗൺ ആയി പോകുന്നു, നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. സോ വറീഡ് ആവണ്ട. വി ക്യാൻ കം ബാക്ക്. നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച സ്വപ്നം റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ആണ്. അത് പോസിബിൾ ആണ്. അതെങ്ങനെ പോസിബിൾ ആവുന്നതെന്ന് വെച്ചാൽ, അത് പോസിബിൾ ആണ്. അപ്പൊ ചിലപ്പോൾ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ പെയിന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയും, ഇറ്റ്സ് ഓക്കെ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നു, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇയാൾ എന്താ ഈ പറയും എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം, ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫീലിംഗ് ദിസ് വേ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. ഇയാൾ പറയുന്ന കേൾക്കല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് ട്രൈ ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പെയിൻഫുൾ, ഇറ്റ്സ് ഹാർഡ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ആയി പോകുന്നുണ്ട്, എനിക്കെന്തോ ഇറിറ്റേഷൻ വരുന്നുണ്ട്, എനിക്കെന്തോ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനിയും ഞാൻ കഷ്ടപ്പെടണം. എത്ര ഞാൻ കഷ്ടപ്പെട്ടു, എത്ര ഞാൻ ബുദ്ധിമുട്ടി, ഇനി ഞാൻ കഷ്ടപ്പെടണം. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ്. ബട്ട് മേ ബി ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം
ഇതായിരിക്കാം അവസാനത്തെ ആ ഒരു എന്താ പറയാ ശ്രമം നടത്തേണ്ട സമയം. ഇതായിരിക്കാം ആ ലാസ്റ്റ്. 50 തവണ അടിച്ചാലേ കല്ല് പൊട്ടുമെങ്കിൽ ഇതായിരിക്കാം 50ാമത്തെ അടി. ഇതായിരിക്കാം. യു ഓൺലി നീഡ് വൺ മോർ. നിങ്ങൾക്ക് ഒരു ശ്രമം കൂടി മതിയാകുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാല് നിങ്ങൾക്ക് മേ ബി ദിസ് ഈസ് ദ മൊമെന്റ്. യു ഷുഡ് നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. all you need is a right person. ഒരു റൈറ്റ് പേഴ്സൺ മതിയാവും, റൈറ്റ് സപ്പോർട്ട് മതിയാവും, റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മതിയാവും, റൈറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ മതിയാവും. സോ ലെറ്റ്സ് ഡു ദിസ്. നെവർ ഗിവ് അപ്പ്. ഓക്കെ. അപ്പൊ എനിക്കെന്താ വെച്ചാല് കേട്ടേ മതിയാവൂ, ഇതനുസരിച്ചേ മതിയാവൂ, ഇത് ട്രൈ ചെയ്തേ മതിയാവൂ. മനസ്സിലാവുന്നുണ്ടോ? സോ പോവർട്ടി ആൻഡ് ലോസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് മൈൻഡ്. അടുത്ത പോയിന്റ് എന്താണ്? നോ വൈ സി ഗ്രേഡ് സ്റ്റുഡൻസ് ആൻഡ് എംപ്ലോയി എ ഗ്രേഡ് സ്റ്റുഡൻറ്. ഇവരുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഇവർക്ക് എന്താ വെച്ചാൽ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല. വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമല്ല. ഇവര് മനസ്സിലായി. ഈ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണേ. കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത് വെച്ചാല് വിദ്യാഭ്യാസമല്ല നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കി തരുന്നു. നിങ്ങൾ നോക്കുന്നുണ്ട്, നാട്ടിലുള്ള നമ്മുടെ മലബാറിലൊക്കെ ഒരുപാട് കാക്കമാരെ കാണാം. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നുമല്ല. അവരൊക്കെയാണ് പല ഹോട്ടലിന്റെയും പല ബിസിനസ്സുകളുടെയും ഒക്കെ ഉയരങ്ങളിൽ നിൽക്കുന്നത്. അതിന്റെ ഓണർമാരായിട്ടുള്ള ആൾക്കാർ, കച്ചവടം ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റിൽ വലിയ പുലികളായിട്ട് നിൽക്കുന്നത്. സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു വിഷയമേ അല്ല ബിസിനസ് ചെയ്യാൻ. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അതങ്ങ് പൊളിച്ചു കളഞ്ഞു തരും. നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ സ്കില്ലാണ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള സംഗതികൾ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് എന്താണ് നമ്മളുടെ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അവർ മനസ്സിലാക്കിയുള്ളതെന്ന് വെച്ചാൽ അവർക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാര് എ ഗ്രേഡ് മാർക്ക് വാങ്ങിയിട്ടുള്ള MBA പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാക്കമാരുടെ മാനേജർമാരായിട്ടും അല്ലെങ്കിൽ അച്ചായന്മാരുടെ മാനേജർമാരായിട്ടും കമ്പനികളുടെ മാനേജർമാരായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നു. ഇതാണ് റിയാലിറ്റി. പണം നിങ്ങളുടെ അടുത്തുണ്ടോ? കളി അറിയുമോ? അത് കളിക്കാനുള്ള ധൈര്യമുണ്ടോ? അധ്വാനിക്കാൻ തയ്യാറാണോ? ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാൻ തയ്യാറാണോ? പണം നിങ്ങളിലേക്ക് വരും. പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിവില്ലെങ്കിലും അറിവുള്ളവരെ കൂടെ വെച്ചാൽ മതി. നിങ്ങൾക്ക് കണക്ക് നോക്കാൻ അറിയില്ലേ? ഒരു അക്കൗണ്ടന്റിന് പൈസ കൊടുത്താൽ കിട്ടും. അക്കൗണ്ടന്റ് പൈസയുടെ കാര്യം ക്ലിയർ ആക്കി തരും. നിങ്ങൾക്ക് ടീമിനെ മാനേജ് ചെയ്യാൻ അറിയില്ലേ? മാനേജ്മെന്റിന് നല്ല പ്രൊഫഷണൽ നോളജ് ഉള്ള, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന സ്റ്റാഫ് വേണോ? ആ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അവരെ പറ്റി അറിയുന്ന, അവരുടെ കണക്ഷൻസ് ഉള്ള, അവരെ കൊണ്ടുവരാൻ പറ്റുന്ന നല്ല മാനേജർമാരെ ടീമിലേക്ക് എടുത്താൽ മതി. അവർ കൊടുത്താൽ മതി. ക്യാഷ് കൊടുത്താൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവന്റെ പണം, മറ്റുള്ളവന്റെ അധ്വാനം, മറ്റുള്ളവന്റെ ആശയം, മറ്റുള്ളവന്റെ അറിവ്, ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് സമ്പത്തുണ്ടാക്കുന്ന ബിസിനസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അപ്പം എ ഗ്രേഡുകാരൻ പഠിക്കുന്നത് സി ഗ്രേഡുകാരന്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഡി ഗ്രേഡുകാരന്റെ അണ്ടറിലാണ്. ഡി ഒക്കെ കിട്ടി തോറ്റവന്റെ അണ്ടറിലൊക്കെയാണ് അധികവും. എന്നതിനർത്ഥം വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം ഇല്ല എന്നല്ല കേട്ടോ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്നും നടക്കൂല എന്ന ചിന്താഗതി വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. MA യൂസുഫ് അലി സാഹിബിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ അദ്ദേഹത്തെക്കാട്ടിലും എത്ര മടങ്ങ് വിദ്യാഭ്യാസമുള്ളവരായിരിക്കും, അറിവുള്ളവരായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഒരു വിഷയമേ അല്ല. അപ്പൊ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കരുത്. നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ആ മനസ്സാണ്, ആ വില്ലിങ്നെസ് ആണ്, ആ ഉണ്ടാക്കും എന്നുള്ള ഒരു കടുത്ത തീരുമാനമാണ്. അതിനുള്ള ബിസിനസ് ചെയ്യാൻ ഞാൻ ചെയ്യും. എന്തെങ്കിലും ഒരു ബിസിനസ് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കും, ഞാൻ വർക്ക് ചെയ്യും, ഞാൻ പ്ലാൻ ചെയ്യും, ഞാൻ പദ്ധതികൾ തയ്യാറാക്കും, അതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യും, അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണം. ക്ലിയർ ആണോ?
അപ്പൊ ആ മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് ബിസിനസ്സുകൾ പഠിക്കുക. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വരണം. നമ്മുടെ ബിസിനസ് പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങൾ ബിസിനസ് പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലാത്ത സ്ട്രെസ് ഉണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ളത് അറിയാത്ത പ്രശ്നമുണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. എങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. 28-ാം തീയതിയാണ് നടക്കുന്നത്. ഇന്ന് 25-ാം തീയതി ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ആ ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തോട് കൂടിയിട്ട് ഏർലി ബേർഡ് ഓഫർ സ്വന്തമാക്കാം. 6,000 റുപ്പീസ് ആണ് കോഴ്സിന് ഫീ വരുന്നത്. 4,500 റുപ്പീസിന് നിങ്ങൾക്ക് ആ കോഴ്സ് എന്ത് ചെയ്യാം? സ്വന്തമാക്കാം. ഇന്ന് നിങ്ങൾക്ക് പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ചാറ്റിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുക. 8086000780. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വിളിക്കുക. വിളിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. കാലിക്കറ്റ് വുഡീസ് ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രോഗ്രാം ഉണ്ട്. 9 മണിക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. സോ പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങളുടെ ബിസിനസ് സ്കില്ലുകൾ വളർത്തി. ഇന്നിവിടെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ അവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടും. അപ്പം വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അടുത്ത നമ്മൾ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് മോർ വെൽത്ത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറുക, ബ്ലെസ്സിങ്സ് ഉണ്ടാകുക. അപ്പൊ അത് നമുക്ക് കൂടുതൽ സമ്പത്ത് തരും. അടുത്തത് എന്താണ്? സൈക്കോളജി. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് പോവർട്ടി ആൻഡ് ഡെപ്റ്റ്. നമ്മൾ നന്ദിയില്ലായ്മ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ എന്താണ്? നമ്മൾ കംപ്ലൈന്റ് എപ്പോഴും പറയാം. എനിക്കിങ്ങനെ പ്രശ്നങ്ങളാണല്ലോ, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളാണല്ലോ എന്ന് പറയുന്ന മനസ്സിൽ എന്താ സംഭവിക്കുക? കൂടുതൽ ദാരിദ്ര്യം ഉണ്ടാകും, കൂടുതൽ കടമുണ്ടാകും. കടങ്ങൾ നിങ്ങൾക്ക് മാറാത്തതിന്റെ കാരണം ദാരിദ്ര്യവും കടവും നിങ്ങൾക്ക് മാറാത്തതിന്റെ കാരണം ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ കുറവുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡിന്റെ കുറവുണ്ട്, നന്ദിയില്ലായ്മയുണ്ട്. പലപ്പോഴും പരാതികൾ പറയുന്നു, പലപ്പോഴും വിഷമങ്ങൾ പറയുന്നു, പലപ്പോഴും വിഷമിച്ചിരിക്കുന്നു, പലപ്പോഴും അഹങ്കാരിയായി പോകുന്നു, പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ പരാതികൾ പറയുന്നു, പലപ്പോഴും ഇല്ലായ്മയിലേക്ക് നോക്കുന്നു. അപ്പൊ അത് തന്നെ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ദർ ഈസ് എൻ ഇന്റലിജന്റ് പവർ വി ഹാവ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചു തരും. നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചാൽ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കും. കടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചിന്തിച്ചാൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. സോ നെഗറ്റിവിറ്റിയിലേക്ക്, കംപ്ലൈൻസിലേക്ക്, പരാതിയിലേക്ക് പോകരുത്. പരാതി പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ജസ്റ്റ് എനിക്ക് കടമാണ്, പ്രശ്നങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ അത് മാത്രമല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ? പരാതി ഫീൽ ചെയ്യുന്നുണ്ടോ? കംപ്ലൈൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ വീടിനെ കുറിച്ച്, നിങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ പരാതി പറയുന്നുണ്ടോ? വിഷമം ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? നമ്മളിൽ അധികം ആൾക്കാരും പലപ്പോഴും എന്താ വെച്ചാൽ വിഷമങ്ങളിലേക്കാണ് നോക്കുന്നത്. വിഷമങ്ങളിലേക്ക് അറിയാതെ ഓട്ടോമാറ്റിക്കലി നോക്കി പോകുന്നു, ചിന്തിച്ചു പോകുന്നു. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ അതിലൂടെ കടന്നു പോകുന്നു. യെസ് ഓർ നോ? ശരിയാണോ പറയുന്നത്? യെസ് അല്ലെ? ജീവിത പങ്കാളിയെ കുറിച്ച് നല്ലതാണോ ചിന്തിക്കാറുള്ളത്? പലപ്പോഴും എന്താ നമ്മൾ ചിന്തിക്കാറുള്ളത്? അവരുടെ പോരായ്മകളിലേക്കാണ്. അപ്പം പോരായ്മകളിലേക്ക് നോക്കുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നാണ് അതിനർത്ഥം. നന്ദിയില്ല, ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്. അവരിങ്ങനെയാണ്. അപ്പൊ പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കും, ദുരന്തങ്ങൾ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പീക്കിലേക്ക് എത്തുന്നു നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന നമ്മൾ പീക്കിൽ. അപ്പൊ എന്താ വെച്ചാൽ നന്ദി നന്നായിട്ട് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പറയണം. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കി പോകുന്നു. അപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? അവരിലേക്ക് അങ്ങോട്ട് നോക്കി, നമ്മൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങളിലേക്ക് അതെന്താണ്? കംപ്ലൈനിങ് ആണ്. യൂണിവേഴ്സിനോട് പറയാണ്, നിങ്ങൾ എനിക്കൊരു ലൈഫ് പാർട്ണറെ തന്നിട്ട് ഞാൻ ഹാപ്പി അല്ല. അയാളുടെ നന്മയിലേക്ക് നോക്കാൻ എനിക്ക് വയ്യ. എനിക്ക് പരാതിയുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുന്ന ആളാണ്. ഞാൻ ഇതിൽ ഒരു നന്ദി എനിക്കില്ല. നിങ്ങൾ പറയാണ് യൂണിവേഴ്സിനോട്, എനിക്കിതിലൊരു നന്ദിയും കാണാൻ വയ്യ. എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ, എനിക്ക് എന്റെ വീട് നോക്കി തരുന്നുണ്ട്, എന്റെ വീട്ടിലെ എന്താ പറയാ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാലും
എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, എന്നാലും എന്നോട് ഇങ്ങനെ ചൂടാവുന്നു, എന്നാലും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, എന്നാലും എന്നോട് അവരുടെ പോരായ്മകളിലേക്ക്, അവരുടെ കുറവുകളിലേക്ക് നോക്കുന്നു. അതെന്താണ്? കംപ്ലൈനിങ് മോഡാണ്. കൂടുതൽ ദാരിദ്ര്യം വരും. മനസ്സിലാവുന്നുണ്ടോ? അസുഖങ്ങളിലേക്ക് നോക്കുന്നു, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് നോക്കുന്നു, വീട്ടിലുള്ള പോരായ്മകളിലേക്ക് നോക്കുന്നു, സ്വയം കമ്പാരിസൺ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ആൾക്കാരുമായിട്ടുള്ള ഫാമിലി ലൈഫായിട്ട് കമ്പാരിസൺ ചെയ്യുന്നു. അവൻ അതുണ്ട്, ഇവൻ ഇതുണ്ട്, അസൂയ. അത് നമുക്ക് എന്താ വെച്ചാൽ കംപ്ലൈനിങ് മോഡിലാണ് നമ്മളുള്ളത്, പരാതിയുടെ മോഡിലാണ് നമ്മളുള്ളത്, നെഗറ്റിവിറ്റിയുടെ മോഡിലാണ് ഉള്ളത്. സമ്പത്ത് നമുക്ക് വരില്ല. സൈക്കോളജി ആണ് പ്രധാനം. നിങ്ങളുടെ സൈക്കോളജി എന്താണ്? ക്ലിയർ ആണോ പറയുന്നത്? സോ ഇറ്റ് ചേഞ്ചസ് ദ മൈൻഡ് സെറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് മോർ വെൽത്ത്, ഇൻഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ്, നന്ദിയില്ലായ്മ, പരാതി, കംപ്ലൈനിങ് മോഡ് എന്ന് വെച്ചാൽ ദാരിദ്ര്യവും കടങ്ങളും കൊടുത്തരും. തോട്ട് അബൌട്ട് വെൽത്ത് വിൽ അട്രാക്ട് വെൽത്ത്. സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക. സൈക്കോളജിയിൽ എപ്പോഴും പറയുന്ന ഒരു കാരണം വെച്ചാൽ ചിന്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ ചിന്ത കൊടുത്തുകൊണ്ടേയിരിക്കുക. തോട്ട് അബൌട്ട് സമ്പത്ത്, വെൽത്ത് വിൽ അട്രാക്ട് വെൽത്ത്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ മണി ബ്ലൂ പ്രിന്റ് ആണ്. ചേഞ്ച് യുവർ മണി ബ്ലൂ പ്രിന്റ്. ആസ്ക് യുവർ സെൽഫ് വാട്ട് ഈസ് എ മണി ബ്ലൂ. നിങ്ങളുടെ പണത്തെ കുറിച്ചിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് എന്താ? മനസ്സിൽ ഒരു പണം ഉണ്ടാകും. അതാണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള പണം എത്രയാണ്, എത്ര പണമാണ് നിങ്ങൾക്ക് ഉള്ളത്? ഒരു നമ്പർ ഉണ്ടോ? ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. സ്പെസിഫിക് ആയിട്ടൊരു നമ്പർ കാണും. നിങ്ങൾക്ക് എത്ര പണം സമ്പാദിക്കണം? 100 കോടി, 5 കോടി, 10 കോടി, 10 ലക്ഷം, അല്ലെങ്കിൽ മാസം മിനിമം ഇത്ര ലക്ഷം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് എത്രയാണോ പണം വേണ്ടതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ എഴുതുക. ഒരു ആഗ്രഹം അങ്ങോട്ട് എഴുതുക, ഗസ് ചെയ്തിട്ട് ഒരു ആഗ്രഹം അങ്ങോട്ട് എഴുതുക. അപ്പൊ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും എന്താ വെച്ചാൽ, അതിൽ കൂടുതൽ പിന്നെ കിട്ടില്ലേ. എത്രയാണോ എഴുതുന്നത് അതെന്തായാലും കിട്ടും. എത്രയാണോ എഴുതുന്നത് അതെന്തായാലും കിട്ടും. അപ്പൊ അതിൽ നിങ്ങൾ എന്താ വെച്ചാൽ അത് കിട്ടും എന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് കൊടുക്കണം. വിശ്വാസം കിട്ടും, നടക്കും നടക്കും നടക്കും. എങ്ങനെ നടക്കും എനിക്ക് അറിയില്ല, എനിക്ക് അറിയണ്ട. മാജിക്കലി ഇറ്റ് വിൽ ഹാപ്പൻ ടു മീ. അത് നടക്കും, നടക്കാൻ വേണ്ട അറിവ് വരും, കഴിവ് വരും, ആ ലെവലിൽ ഞാൻ മാറും. ഇതെല്ലാം സംഭവിക്കും. അതിനു വേണ്ട അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. എല്ലാം അതിലേക്ക് കറക്റ്റായിട്ട് സംഭവിച്ചിരിക്കും. ഐ ട്രൂലി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ദാറ്റ്. ആ ഒരു യൂണിവേഴ്സിന്റെ മാജിക്കൽ ബ്ലെസ്സിങ്സിന്റെ പവറിൽ, ആ ഒരു മിറക്കിളിൽ ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ നമ്പർ അങ്ങോട്ട് കൊടുക്കുക, എഴുതുക, അതിലങ്ങ് വിശ്വസിക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ജെനുവിൻ ആയിട്ട് പ്രവർത്തിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ഇവോൾവ്ഡ് ആയി മാറി 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 നമ്മൾ അതിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഹംബിളായി നിന്നുകൊണ്ട് നമ്മൾ അതിലേക്ക് വിഷ്വലൈസ് ചെയ്യും. ചിന്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എവിടെ നിന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വിൽ കം ടു മൈ ലൈഫ്. എൻ്റെ ലൈഫിലേക്ക് അത് വന്നിരിക്കും, എനിക്കത് ലഭിച്ചിരിക്കും, എന്നിലേക്ക് അത് പോസിബിൾ ആയിരിക്കും എന്നുള്ള ചിന്തിക്കാം. ആ ചിന്തകളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വഴി എന്ന് ചോദിച്ചില്ലേ, ആ വഴികളിൽ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ് നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ബിസിനസ് നോളജ്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത്ര സമ്പത്ത് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബിസിനസ് എങ്ങനെയാണ്, ബിസിനസിനെ കുറിച്ച് പഠിക്കുക, വ്യക്തികളുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ അതിനാണ് നമ്മുടെ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളോട് വരാൻ പറയുന്നത്. ഓക്കെ, നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്തായാലും വരിക. 28-ാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. അതിന്റെ ഫൈനൽ രജിസ്ട്രേഷൻ ഡേറ്റ് 25-ാം തീയതി ഇന്നാണ്. ഇനി 3 ദിവസം കൂടിയുള്ളൂ. അപ്പൊ അതിലേക്ക് എന്താ വെച്ചാൽ ഇന്ന് ഏർലി ബേർഡ് ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിടാം. 25-ാം തീയതിക്കുള്ളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വിളിക്കേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമന്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ 8,500 കോടിയാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരാളിവിടെ കമന്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിബിൾ ആണ്. എങ്ങനെ പോസിബിൾ ആവും?
അത് പോസിബിൾ ആണ് എന്ന വിശ്വാസത്തിനാണ്, ആ വിശ്വാസം 100% ലെവലിൽ നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ പരിപൂർണതയിൽ, അതിൽ ഒരു സംശയമില്ലാതെ, ലെവലേശം സംശയമില്ലാതെ, സംശയം ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാം അല്ലെ, നമുക്കറിയാം. അപ്പൊ സംശയമില്ലാതെ ഒരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ ആ സംശയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കണം. അതിന് നിങ്ങൾ എന്ന് വെച്ചാൽ അതിന് വേണ്ട അറിവ്, കഴിവ്, സംഗതികൾ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ വിശ്വാസം നിങ്ങൾക്ക് വരും. അതിനാണെന്ന് വെച്ചാൽ ബിസിനസ് പഠിക്കണം എന്ന് പറയുന്നത്. അതിനാണ് നമ്മളെന്ന് വെച്ചാൽ ഈ ബിസിനസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഇത് ചെയ്യും, എങ്ങനെ ഞാൻ ടീമിനെ ബിൽഡ് ചെയ്യും, എങ്ങനെ ഞാൻ ബിസിനസ് റൺ ചെയ്യും, എങ്ങനെ പണം ഉണ്ടാക്കും. പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി പാർട്ട് ഓഫ് ബിസിനസ് ഓർ റൺ ദ ബിസിനസ്. നിങ്ങൾ ഒന്നുകിൽ ഒരു ബിസിനസിന്റെ ഇൻവെസ്റ്റർ ആയിക്കൊണ്ടോ, ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി, ബിസിനസിന്റെ പ്രോസസ്സുകളെ കുറിച്ച് മനസ്സിലാക്കി ഒരു ബിസിനസിന്റെ പാർട്ണർ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ നിങ്ങൾ മാറണം. അതല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യാനും ബിൽഡ് ചെയ്യാനും അത് സെല് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് റൺ ചെയ്യുന്നു, എന്നിട്ട് അത് ബിൽഡ് ചെയ്യുന്നു, എന്നിട്ട് അത് ഗ്രോ ചെയ്യുന്നു, എന്നിട്ട് അതെന്ന് വെച്ചാൽ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു ക്രിയേറ്റ് വെൽത്ത്. നേരായ മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ ബിസിനസിനെ റൺ ചെയ്തെടുക്കാനുള്ള അറിവുണ്ടാക്കിയെടുക്കുന്ന കഴിവുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് മുഴുവൻ നമുക്ക് പഠിക്കാം. അടിപൊളി പ്രോഗ്രാമാണ്, വരണം, പഠിച്ചെടുക്കണം. എങ്ങനെയാണ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ മൈൻഡ് സെറ്റ് ടോട്ടലി ഡിഫറെന്റ്. അതിപ്പോ സമ്പത്തിന്റെ മൈൻഡ് സെറ്റ് മാത്രം നമ്മളിപ്പോ പറയുന്നു. ബിസിനസിന്റെ മൈൻഡ് സെറ്റ്, ടീമിനെ മാനേജ് ചെയ്യുന്ന മൈൻഡ് സെറ്റ്, ടീമിനെ ബിൽഡ് ചെയ്യുന്ന, ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മൈൻഡ് സെറ്റ്, അത് എങ്ങനെയാണ് ചെയ്യുക, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുക, അവരെങ്ങനെ ബിൽഡ് ചെയ്യുക, അവർക്ക് വർക്ക് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക, അവർക്കുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ വെച്ചാൽ നിങ്ങൾ ആസ് എ ലീഡർ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്. സാധാരണക്കാരനെ പോലെ അല്ല ഒരു ബിസിനസ്മാന്റെ ടൈം മാനേജ്മെന്റ്. ബിസിനസ്മാന് ടൈം മാനേജ് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് ടൈം മൾട്ടിപ്ലൈ ചെയ്യാനേ കഴിയുള്ളൂ. അതിന്റെ ടൂൾസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ഐഡിയാസ് നമുക്ക് ചെയ്യാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ ഡബിൾ സെയിൽസ് നമുക്ക് ഡബിൾ ആക്കാൻ പറ്റും, അതിനുപയോഗിക്കുന്ന ക്ലോസിംഗ് ടെക്നിക്കുകൾ എന്താണ്, സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ എന്താണ്, മെത്തേഡ്സുകൾ എന്താണ്, കൂടുതൽ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും. മെനി തിങ്സ് വി വിൽ ബി ഡിസ്കസിങ്. അപ്പോൾ 28-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് വരാം. അതേപോലെ അത് കഴിഞ്ഞ ശേഷം ടീമിനൊക്കെ ബിൽഡ് ചെയ്തു, സെയിൽസ് ഒക്കെ വർദ്ധിപ്പിച്ചു, കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. വൺ ഡേ ഒരുപാട് കാര്യങ്ങൾ ഡെപ്തിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന പ്രോഗ്രാമാണ്. കം ആൻഡ് ജോയിൻ. ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ ആസ് എ ബിസിനസ്മാൻ. No doubt about that. It will be a game changer. So come. ഫീ എത്ര പേര് ഞാൻ പറഞ്ഞല്ലോ, 4,500 rupees ആണ് ഏർലി ബേർഡ് ഓഫർ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക്. 6,000 rupees ആണ് അതിന്റെ ഫീ. പക്ഷേ ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1,000 rupees എങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് അടച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏർലി ബേർഡ് ഓഫർ സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, സോ കം ആൻഡ് ജോയിൻ. ലെറ്റ്സ് ഡു ദിസ്. എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം, നിങ്ങളുടെ ബിസിനസ്സിനെ രക്ഷപ്പെടുത്തി തരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യാൻ പറ്റണം, അതിന് സാധിക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഇങ്ങനെ ഒരു ബിസിനസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇന്ന ആളാണ് ക്ലാസ് എടുക്കുന്നത്, ഈ രൂപത്തിലാണ് സംഗതികൾ, ഇതൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എനിവേ നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ പേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, 8086880775. ഇതാണ് ഗൂഗിൾ പേ നമ്പർ. നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിലേക്ക് എന്ത് ചെയ്താൽ പേയ്മെന്റ് അടച്ചാൽ മതി. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക. 8086880775. ആ നമ്പറിലേക്ക് എന്ത് ഗൂഗിൾ പേ ചെയ്യും. ഇന്ന് തന്നെ ചെയ്തോളൂ. ഏർലി ബേർഡ് ഓഫർ സ്വന്തമാക്കുക. അതായത് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഓഫറാണ് അത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4,500 rupees. ഇത് ആക്ച്വലി ഇതിന്റെ പ്രോഗ്രാമിന്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മൾ റീലോഞ്ചിങ് ഓഫറാണ്. അന്ന് കൊടുത്തിരുന്ന സമയത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് 12,000 rupees വാങ്ങിച്ചിരുന്ന പ്രോഗ്രാമാണ്. ആൻഡ് വൈ വി ആർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് വി വാണ്ട് ടു ബിൽഡ് എ ബിസിനസ് കമ്മ്യൂണിറ്റി. ബിസിനസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ എന്ത് വെച്ചാൽ ഒരു ഓഫർ പ്രൈസിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഓഫറോ സംഗതികളോ ഇനി ഫ്യൂച്ചറിൽ വരില്ല. അടുത്ത ഘട്ടത്തിൽ ഇത് എന്താവും, 6,000 മാത്രം തന്നെയാകും. അതിനുശേഷം പിന്നീട് എന്താകും, then 8,000 പോകും. then again finally back to 12,000 എത്തും.
സോ എനിവേ നിങ്ങൾ എന്താ വെച്ചാൽ വരിക, ജോയിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടോ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഉപകാരപ്പെട്ടോ? യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ പുതിയ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, പുതിയ മുഖങ്ങൾ കാണുന്നുണ്ട്. ബഷീർ ഖാൻ, നിങ്ങൾ പുതുതായിട്ട് വന്നതാണോ? പുതുതായിട്ടാണ്, ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്? ഇവിടെ സെഷനിൽ ഇരിക്കാറുണ്ടായിരുന്നോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം തരാം. ഓക്കെ, പറഞ്ഞോളൂ ബഷീർ ഖാൻ. അൺമ്യൂട്ട് ചെയ്യാം, ഇനി അൺമ്യൂട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ സാറ് എല്ലാ പ്രോഗ്രാം കാണുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ അങ്ങനെ വരാറില്ല. ആ, ഓക്കെ. അപ്പൊ എന്തായാലും എന്താ ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാന് ഒരു എക്സ് ഗൾഫാണ്. ഇപ്പൊ നാട്ടിലൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഒന്ന് ഉഷാറാക്കണമെന്നുണ്ട്. അപ്പൊ സാറ് അന്നേരം വരാൻ പറ്റുന്നില്ല. ഞാനത് മാർക്ക് ചെയ്തിരുന്നു. അന്നേരം ഞങ്ങളെ ഫാമിലി മീറ്റിംഗ് ആണ്. അയ്യോ, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എന്തായാലും ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ചിലപ്പോ പറയാൻ പറ്റില്ല, ഫാമിലി മീറ്റിന്റെ ഡേറ്റ് ചിലപ്പോ മാറിയെന്ന്. അത് മാറത്തില്ല, അത് 28 ആണ്. ഇപ്പൊ സമയമില്ലല്ലോ. അതെ, അറിയില്ല, നമുക്കറിയില്ല ചിലപ്പോ, കാരണം പലപ്പോഴും മിറക്കിൾസ് സംഭവിക്കാറുണ്ട്. നമുക്കറിയില്ല സംഭവിക്കും. ഇൻഷാ അല്ലാഹ്. അതെ, കാരണം പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഡേറ്റ് ഇൻകൺവീനിയൻസ് ഉണ്ട്. മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ വരാം. ഓക്കെ, വിഷ്വലൈസ് ചെയ്തിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ പങ്കെടുക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്, അവരോട് എനിക്ക് പറയാനുള്ള ഡേറ്റ്, പ്രശ്നങ്ങൾ, സംഗതികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ പ്രോഗ്രാമിൽ വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, അവിടെ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് കണ്ടാൽ മതി. എല്ലാ ദിവസവും ഇരുന്ന് കണ്ടു നോക്കുക ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തുന്നത്, പങ്കെടുക്കുന്നത്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പൊ എന്താണോ സംഭവിക്കേണ്ടത്, അനുകൂലമായ അത്ഭുതങ്ങൾ സംഭവിച്ച് നിങ്ങൾ അവിടെ എത്തുന്നത് കാണാം. വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഇതിനു മുൻപ് പ്രോഗ്രാമിലേക്ക് എത്താൻ പറ്റിയത് അല്ലേ? അതെ, വിചാരിച്ചിട്ടില്ലായിരുന്നു. മോന് വേണ്ടി ചെയ്തത് പിന്നെ ഞാൻ തന്നെ ചെയ്തേണ്ടി വന്നു. അങ്ങനെ പ്രോഗ്രാമിലേക്ക് എത്തി. വെരി ഗുഡ്. സാർ, ഞാനൊരു ജനറൽ മാനേജറാണ് ഒരു കമ്പനിയിൽ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ, ലീഗലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മാർക്കറ്റിംഗിലേക്ക് വേണമെന്ന് കമ്പനി താല്പര്യപ്പെടാണ്. അപ്പൊ ടീമിനെ ലീഡ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഈ ക്ലാസ് ഉപകാരപ്പെടും എന്നുള്ളതാണ് ചെയ്തത്. തീർച്ചയായിട്ടും ടീമിനെ ലീഡ് ചെയ്യാനും മാർക്കറ്റിംഗ്, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിംഗുമായി, സെയിൽസുമായി ബന്ധപ്പെട്ട, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഇന്റൻസീവ് ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ സെഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ടീം ബിൽഡിംഗ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടിയാണ്, ടീമിനെ ബിൽഡ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും. അത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു ഓവറോൾ പല സംഗതികളും നമുക്ക് എന്താ വെച്ചാൽ യൂട്ടിലൈസ് ആകും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് വരാം. എന്തായാലും നിങ്ങൾ എത്തുക. ഐ ആം സീയിങ് യു. നിങ്ങളെ അവിടെ കാണുന്നു. I think so. I also think so. All right, thank you so Okay, much. sir. Sometimes some miracle may happen. All right, thank you so much. Anyway, അപ്പൊ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമ്മുടെ ഓരോരുത്തരും എന്ത് ചെയ്യുക, ചിന്തിക്കുക. നിങ്ങളുടെ ബിസിനസ് ഇനി സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവരുത്. ഒരുപാട് കാലമായില്ലേ നമ്മളുടെ ജോലിയിൽ പല കാര്യങ്ങളിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. ഇനഫ് ഈസ് ഇനഫ്. തീരുമാനം എടുക്കുക, ചിന്തിച്ച് നിൽക്കണ്ട. ആ കംഫർട്ട് സോണിൽ നിന്ന് എന്താ വെച്ചാൽ പുറത്ത് കടന്നേ പറ്റൂ, തീരുമാനം എടുത്തേ പറ്റൂ. മുജീബ് ഖാൻ പറഞ്ഞോളൂ, റിയാദിൽ നിന്ന്. താങ്ക് യു ഷാഫി സാർ, നല്ലൊരു അടിപൊളി സെഷൻ തന്നെയായിരുന്നു. ഓക്കെ, ഞാൻ ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തിയത് നാട്ടിൽ നിന്ന്. ആഹാ, പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പങ്കെടുക്കാൻ വളരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല കണ്ടന്റ് ലഭ്യമായി എന്നുള്ളതാണ്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോ സാറിനോടല്ല. ഈ 832429 നേരത്തെ സംസാരിച്ച റഷീദ് ഉസ്മാൻ തന്നെയാണ്. എന്തായിരുന്നു? റഷീദ് ഉസ്മാനാണ്. ആണോ സാർ? PK വർക്ക് ചെയ്തിരുന്നു. എന്നെ ഓർക്കുന്നുണ്ടോ? അതെയോ? ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷം നിങ്ങൾ കണ്ടപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് നമ്പർ തരാമോ?
11 ഇയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ ഞാൻ 93 അവിടെ ഉണ്ടായിരുന്നു. സാറിന്റെ അണ്ടറിൽ ഖാദർക്കൻ്റെ ഒക്കെ താഴത്തെ ഓക്കെ. ഈ അസോസിയേറ്റിന്റെ. ഓ ശരി. ഏതായാലും ഈ ഫ്ലോറിലൊന്ന് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. വളരെ സന്തോഷം. സാറിന്റെ നമ്പറും തരാൻ പറ്റും? നമ്പർ 98468468 468 78699. 786 താങ്ക് യു. All right. Thank you സാറെ so much. വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ആളാട്ടോ എന്തായാലും. അതെ, അതെ. തീർച്ചയായിട്ടും അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും. എക്സൈറ്റഡ് ആണ്. എനിവേ മുജീബ് ക, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. മുജീബ് ക, ഞാൻ റിയാദിലേക്ക് മേ ബി ഒരു 2 വീക്സിനുള്ളിൽ ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ശരി. കാണാം. തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. Thank you. ഹാവ് എ ഗ്രേറ്റ് ഡേ. എല്ലാവർക്കും പുതിയൊരു ദിവസം നേരുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വിഷയമായിട്ട്. ഓക്കെ, വെൽത്ത് ക്രിയേഷന്റെ ബാക്കി 2 ക്ലാസ്സുകളും കൂടി നടക്കാനുണ്ട്. താങ്ക് യു. See you tomorrow. Thank you. Thank you, sir. Thank you so much. Thank you so